ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോഗോസ് ക്വിസ് 2024 മുഴുവൻ പാഠഭാഗങ്ങളിൽ നിന്നുമുള്ള ഓപ്ഷൻസോടുകൂടിയ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും 14ാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 23-ാം വാക്യം. ലൂസ് എന്നറിയപ്പെട്ടിരുന്ന നഗരം ഏത്? എ. ബഥേൽ, ബി. ഹോർമ, സി. സേഫാത്ത്, ഡി. ഗാസ. ഉത്തരം എ. ബഥേൽ. ചോദ്യം 2. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 21-ാം വാക്യം. ആര് മരിച്ചപ്പോൾ അവശേഷിച്ചിരുന്ന ജനതകളെ ഇസ്രായേൽക്കാരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്? എ. ജോഷുവ, ബി. മോശ, സി. ഒത്നിയേൽ, ഡി. കാലേബ്. ഉത്തരം എ. ജോഷുവ. ചോദ്യം 3. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 26-ാം വാക്യം. പരിചാരകർ എഗ്ലോൻ രാജാവിനെ കാത്തിരുന്ന സമയത്ത് ഏഹൂദ് ശിലാവിഗ്രഹങ്ങൾക്കപ്പുറമുള്ള എവിടേക്കാണ് രക്ഷപ്പെട്ടത്? എ. ഗിൽഗാലിലേക്ക്, ബി. മൊവാബിലേക്ക്, സി. ഷീലോയിലേക്ക്, ഡി. സെയിറായിലേക്ക്. ഉത്തരം ഡി. സെയിറായിലേക്ക്. ചോദ്യം 4. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 14-ാം വാക്യം. ബാറഖ് തന്നോട് കൂടെയുള്ള 10,000 പേരോടൊപ്പം എവിടെ നിന്നാണ് താഴേക്കിറങ്ങിയത്? എ. റാമായിൽ നിന്ന്, ബി. താബോർ മലയിൽ നിന്ന്, സി. കേദേശിൽ നിന്ന്, ഡി. ബഥേലിൽ നിന്ന്. ഉത്തരം ബി. താബോർ മലയിൽ നിന്ന്. ചോദ്യം 5. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 15-ാം വാക്യം. ആഴത്തിൽ ഹൃദയ പരിശോധന നടന്നത് എവിടെ? എ. യൂദാ ഭവനങ്ങളിൽ, ബി. ആഷേർ ഭവനങ്ങളിൽ, സി. റൂബൻ ഭവനങ്ങളിൽ, ഡി. ഇസാക്കറിൽ. ഉത്തരം സി. റൂബൻ ഭവനങ്ങളിൽ. ചോദ്യം 6. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 26-ാം വാക്യം. വെട്ടിവീഴ്ത്തിയ ഏത് തടി കത്തിച്ച് 2ാമത്തെ കാളയെ ദഹനബലിയായി അർപ്പിക്കുക എന്നാണ് കർത്താവ് ഗിദെയോനോട് പറഞ്ഞത്? എ. ബാലിൻ്റെ യാഗപീഠത്തിൻ്റെ, ബി. അശേര പ്രതിഷ്ഠയുടെ, സി. അസ്താർത്ത ദേവതയുടെ, ഡി. ഓക്കുമരത്തിൻ്റെ. ഉത്തരം ബി. അശേര പ്രതിഷ്ഠയുടെ. ചോദ്യം 7. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 23-ാം വാക്യം അനുസരിച്ച് മിദ്യാൻകാരെ പിന്തുടരാതിരുന്ന ഗോത്രം ഏത്? എ. നഫ്താലി, ബി. ശിമയോൻ, സി. ആഷേർ, ഡി. മനാസെ. ഉത്തരം ബി. ശിമയോൻ. ചോദ്യം 8. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 10-ാം വാക്യം. സേബായും സൽമുന്നായും 15,000-ഓളം ഭടന്മാരോട് കൂടെ താവളമടിച്ചത് എവിടെ? എ. ഗിലെയാദിൽ, ബി. ഹാരോദിൽ, സി. കാർക്കോറിൽ, ഡി. താബോറിൽ. ഉത്തരം സി. കാർക്കോറിൽ. ചോദ്യം 9. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 22-ാം വാക്യം. അബിമെലെക്ക് എത്ര വർഷം ഇസ്രായേൽ ഭരിച്ചു? എ. 3 വർഷം, ബി. 20 വർഷം, സി. 1 വർഷം, ഡി. 10 വർഷം. ഉത്തരം എ. 3 വർഷം. ചോദ്യം 10. ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായം 17-ാം വാക്യം. ഗിലെയാദിൽ താവളമടിച്ച അമ്മോന്യർക്കെതിരെ ഇസ്രായേൽ താവളമടിച്ചത് എവിടെ? എ. താബോറിൽ, ബി. മിസ്പായിൽ, സി. ഹാരോദിൽ, ഡി. ജോർദാനിൽ. ഉത്തരം ബി. മിസ്പായിൽ. ചോദ്യം 11. പ്രഭാഷകൻ്റെ പുസ്തകം 34-ാം അധ്യായം 19-ാം വാക്യം. അവൻ എത്ര ബലിയർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. ആര്? എ. ദൈവഭക്തിയില്ലാത്തവൻ, ബി. നിയമനിഷേധകൻ, സി. ദൈവനിഷേധകൻ, ഡി. കൈക്കൂലിക്കാരൻ. ഉത്തരം എ. ദൈവഭക്തിയില്ലാത്തവൻ. ചോദ്യം 12. പ്രഭാഷകൻ്റെ പുസ്തകം 35-ാം അധ്യായം 17-ാം വാക്യം.
ആരുടെ പ്രാർത്ഥനയാണ് മേഘങ്ങൾ തുളച്ചു കയറുന്നത്? എ. നിഷ്കളങ്കൻ്റെ, ബി. വിധവയുടെ, സി. വിനീതൻ്റെ, ഡി. നീതിമാൻ്റെ. ഉത്തരം സി. വിനീതൻ്റെ. ചോദ്യം 13. പ്രഭാഷകൻ്റെ പുസ്തകം 36-ാം അധ്യായം 13-ാം വാക്യം. കർത്താവിൻ്റെ വിശ്രമസങ്കേതമായ നഗരം ഏത്? എ. സിയോൻ, ബി. ജെറുസലേം, സി. ബത്ലഹേം, ഡി. ജോർദാൻ. ഉത്തരം ബി. ജെറുസലേം. ചോദ്യം 14. പ്രഭാഷകൻ്റെ പുസ്തകം 37-ാം അധ്യായം 15-ാം വാക്യം. എല്ലാറ്റിലും ഉപരി എപ്രകാരം നിന്നെ നയിക്കണമെന്നാണ് അത്യുന്നതനോട് പ്രാർത്ഥിക്കേണ്ടത്? എ. നീതിമാർഗത്തിൽ, ബി. ദൈവമാർഗത്തിൽ, സി. സത്യമാർഗത്തിൽ, ഡി. കാരുണ്യമാർഗത്തിൽ. ഉത്തരം സി. സത്യമാർഗത്തിൽ. ചോദ്യം 15. പ്രഭാഷകൻ്റെ പുസ്തകം 38-ാം അധ്യായം 20-ാം വാക്യം. ജീവിതാന്തം ഓർത്ത് അതിനെ അകറ്റിക്കളയുക. ഏതിനെ? എ. പാപം, ബി. അനീതി, സി. ദുഃഖം, ഡി. നിരാശ. ഉത്തരം സി. ദുഃഖം. ചോദ്യം 16. പ്രഭാഷകൻ്റെ പുസ്തകം 39-ാം അധ്യായം 10-ാം വാക്യം. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ്റെ എന്താണ് സമൂഹം ഉദ്ഘോഷിക്കുക? എ. സ്തുതി, ബി. നാമം, സി. മഹത്വം, ഡി. ജ്ഞാനം. ഉത്തരം എ. സ്തുതി. ചോദ്യം 17. പ്രഭാഷകൻ്റെ പുസ്തകം 40-ാം അധ്യായം 19-ാം വാക്യം. സന്താനങ്ങളെയും താൻ നിർമ്മിച്ച നഗരത്തെയും കാൾ വിലമതിക്കപ്പെടുന്നത് എന്ത്? എ. സൽപ്പേര്, ബി. സമ്പത്ത്, സി. നിഷ്കളങ്കയായ ഭാര്യ, ഡി. ജ്ഞാനം. ഉത്തരം സി. നിഷ്കളങ്കയായ ഭാര്യ. സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കണേ. ചോദ്യം 18. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 39-ാം വാക്യം. ഗുരു, എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് യേശുവിനോട് പറഞ്ഞതാര്? എ. ജനക്കൂട്ടം, ബി. അശുദ്ധാത്മാവ് ബാധിച്ചവൻ, സി. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ, ഡി. ഒരു സ്ത്രീ. ഉത്തരം സി. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ. ചോദ്യം 19. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 31-ാം വാക്യം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട മനുഷ്യനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയതാര്? എ. ഒരു യാത്രക്കാരൻ, ബി. ഒരു പുരോഹിതൻ, സി. ഒരു വ്യാപാരി, ഡി. സത്രം സൂക്ഷിപ്പുകാരൻ. ഉത്തരം ബി. ഒരു പുരോഹിതൻ. ചോദ്യം 20. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 42-ാം വാക്യം. നിങ്ങൾ അരൂതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും എന്തു കൊടുക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? എ. ആദ്യഫലം, ബി. കാഴ്ചകൾ, സി. നേർച്ചകൾ, ഡി. ദശാംശം. ഉത്തരം ഡി. ദശാംശം. ചോദ്യം 21. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 33-ാം വാക്യം. ഒടുങ്ങാത്ത നിക്ഷേപം എവിടെ സംഭരിച്ചു വയ്ക്കുവിൻ എന്നാണ് യേശു പറഞ്ഞത്? എ. സ്വർഗത്തിൽ, ബി. കളപ്പുരകളിൽ, സി. കലവറയിൽ, ഡി. ദൈവത്തിൽ. ഉത്തരം എ. സ്വർഗത്തിൽ. ചോദ്യം 22. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 32-ാം വാക്യം. എത്രാം ദിവസം തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയിരിക്കും എന്നാണ് യേശു പറഞ്ഞത്? എ. ഇന്ന്, ബി. നാളെ, സി. 3-ാം ദിവസം, ഡി. 40-ാം ദിവസം. ഉത്തരം സി. 3-ാം ദിവസം. ചോദ്യം 23. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 33-ാം വാക്യം അനുസരിച്ച് പൂരിപ്പിക്കുക. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ഡാഷ് സാധ്യമല്ല. എ. പിന്നാലെ വരുവാൻ, ബി. കുരിശു വഹിക്കാൻ, സി. ശിഷ്യനാകാൻ, ഡി. പിതാവിൻ്റെ അടുക്കലെത്താൻ. ഉത്തരം സി. ശിഷ്യനാകാൻ. ചോദ്യം 24.
വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 28-ാം വാക്യം. കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ച മൂത്ത മകനോട് പിതാവ് പുറത്തു വന്നു പറഞ്ഞതെന്ത്? എ. ആശ്വാസവാക്കുകൾ, ബി. സാന്ത്വനങ്ങൾ, സി. സമാധാന വാക്കുകൾ, ഡി. ഉപദേശങ്ങൾ. ഉത്തരം ബി. സാന്ത്വനങ്ങൾ. ചോദ്യം 25. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യം. ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ എന്തു ചെയ്യുന്നു? എ. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നു, ബി. മോശയുടെ കൽപ്പനകൾ ലംഘിക്കുന്നു, സി. വ്യഭിചാരം ചെയ്യുന്നു, ഡി. ദൈവകൽപ്പന ലംഘിക്കുന്നു. ഉത്തരം സി. വ്യഭിചാരം ചെയ്യുന്നു. ചോദ്യം 26. 2 കൊറിന്തോസ് 7-ാം അധ്യായം 15-ാം വാക്യം പൂരിപ്പിക്കുക. നിങ്ങളെല്ലാവരുടെയും ഡാഷ് കുറിച്ചും ഭയത്തോടും വിറയലോടും കൂടി നിങ്ങൾ അവനെ സ്വീകരിച്ചതിനെക്കുറിച്ചും ഓർക്കുമ്പോൾ അവൻ വികാരതരളിതനാകുന്നു. എ. വിശ്വാസത്തെ, ബി. വചനപ്രഘോഷണത്തെ, സി. ഉത്സാഹത്തെ, ഡി. അനുസരണത്തെ. ഉത്തരം ഡി. അനുസരണത്തെ. ചോദ്യം 27. 2 കൊറിന്തോസ് 8-ാം അധ്യായം 18-ാം വാക്യം. എല്ലാ സഭകളിലും എന്തിന് പ്രസിദ്ധി നേടിയ ഒരു സഹോദരനെ കൂടി തീത്തോസിനോടൊപ്പം അയച്ചിട്ടുണ്ട് എന്നാണ് ശ്ലീഹ പറയുന്നത്? എ. വചനപ്രഘോഷണത്തിന്, ബി. അത്ഭുത പ്രവർത്തനങ്ങൾക്ക്, സി. സുവിശേഷ പ്രഘോഷണത്തിന്, ഡി. സേവന ശുശ്രൂഷകൾക്ക്. ഉത്തരം സി. സുവിശേഷ പ്രഘോഷണത്തിന്. ചോദ്യം 28. 2 കൊറിന്തോസ് 11-ാം അധ്യായം 24-ാം വാക്യം. എത്ര പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് 1 കുറയെ 40 അടി വീതം കൊണ്ടു എന്നാണ് ശ്ലീഹ പറയുന്നത്? എ. 3 പ്രാവശ്യം, ബി. 5 പ്രാവശ്യം, സി. ഒരിക്കൽ, ഡി. 7 പ്രാവശ്യം. ഉത്തരം ബി. 5 പ്രാവശ്യം. ചോദ്യം 29. 2 കൊറിന്തോസ് 12-ാം അധ്യായം 15-ാം വാക്യം. ശ്ലീഹ എപ്രകാരം കൊറിന്തോസുകാരുടെ ആത്മാക്കൾക്ക് വേണ്ടി തനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും തന്നെ സമർപ്പിക്കുകയും ചെയ്യുമെന്നാണ് ശ്ലീഹ പറയുന്നത്? എ. സ്നേഹപൂർവം, ബി. വിശ്വാസത്തെ പ്രതി, സി. സുവിശേഷത്തെ പ്രതി, ഡി. അതീവ സന്തോഷത്തോടെ. ഉത്തരം ഡി. അതീവ സന്തോഷത്തോടെ. ചോദ്യം 30. 2 കൊറിന്തോസ് 13-ാം അധ്യായം 13-ാം വാക്യം. ആരെല്ലാം നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു എന്നാണ് ശ്ലീഹ കൊറിന്തോസുകാരോട് പറയുന്നത്? എ. അപ്പസ്തോലന്മാർ എല്ലാവരും, ബി. വിശുദ്ധരെല്ലാവരും, സി. വചനപ്രഘോഷകർ എല്ലാവരും, ഡി. സുവിശേഷ പ്രഘോഷകരെല്ലാവരും. ഉത്തരം ബി. വിശുദ്ധരെല്ലാവരും. എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഓർത്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.